ഇന്നത്തേക്ക് ആവശ്യമായ വെണ്ടയ്ക്കയും വെള്ളരിക്കയൊക്കെ അതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പറമ്പിലേക്കൊന്ന് പോയി സപ്പോട്ട മൂത്തോ ഇല്ലയോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പറമ്പിലേക്ക് എന്തായാലും ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ല കേട്ടോ. അതേ 2-3 പേര് കൂട്ടിനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇനി അതിലെ മുഴുവൻ കളിച്ച് നടന്ന് കുറേ സമയം കഴിഞ്ഞ് ഇവർ തിരിച്ചു വരും. അബിയു മരത്തിൽ നിറയെ കായകളാണ് കേട്ടോ. മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ടെങ്കിലും നല്ല മഞ്ഞയായെങ്കിൽ മാത്രമേ പറിച്ചെടുക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ഇതിനൊരു പശ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളതൊക്കെ കവർ ചെയ്തിട്ടിരിക്കുകയാണ്, അല്ലാത്തതൊക്കെ കിളികൾ കഴിക്കുകയാണ്. സപ്പോട്ട മരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിന് മൂപ്പ് നോക്കാനായിട്ട് അറിയില്ല. നന്നായി മൂത്ത സപ്പോട്ടയ്ക്ക് പശ ഉണ്ടാവില്ല, പക്ഷെ പറിച്ചു നോക്കിയാൽ മാത്രമല്ല അതിന് പശയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഊഹം വെച്ച് 3-4 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത് കിട്ടില്ല. ഞാൻ ചെയ്യുന്നത് അരിയിൽ ഇങ്ങനെ പൂഴ്ത്തി വയ്ക്കും, അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴുത്ത് വരും. സപ്പോട്ടയ്ക്ക് നമ്മൾ ചിക്കൂസ് എന്നും പറയും. ഇത് ജ്യൂസ് അടിക്കാനായിട്ട് വളരെ നല്ലതാണ്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് സപ്പോട്ട. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ സപ്പോട്ട. ഏതായാലും സപ്പോട്ടയൊക്കെ പറിച്ചെടുത്തു. ഇനി ഞങ്ങളുടെ വിയറ്റ്നാം സൂപ്പർ ഏർലി ഒന്ന് കണ്ടാലോ. 4-5 പ്ലാവുള്ളതിൽ എല്ലാത്തിലും നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 1-2 എണ്ണം ഉണ്ടായുള്ളൂ, അതും തീരെ വലിപ്പം കുറവായിരുന്നു. ഇപ്രാവശ്യം താഴെ മുതൽ മുകളിൽ വരെ ധാരാളം ചക്ക ഉണ്ടായിട്ടുണ്ട്. ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ചക്കയെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഒട്ടും മൂപ്പായിട്ടില്ല, എന്നിട്ട് ഒരു വലിപ്പമായിട്ടുണ്ട്. എല്ലാവർക്കും ചക്കയും ചക്കപ്പഴവും ഒക്കെ ഇഷ്ടമാണെങ്കിലും വീട്ടിലൊരാൾക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അത് അച്ചുച്ചു ബേബിക്കാണ്. ചക്ക പറിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അച്ചുച്ചു ബേബി ആ ഭാഗത്തേക്ക് വരില്ല. ഇനി ചൈനീസ് ഓറഞ്ചിൻ്റെ അടുത്ത് പോയി ഓറഞ്ചസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ധാരാളം ചെറിയ ചെറിയ കായകൾ ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത് വരുമ്പോൾ നല്ല ഓറഞ്ച് കളറിൽ വരും. ഇത് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വെള്ളമൊക്കെ ചേർത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.